നമസ്കാരം. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു വിക്കിലീക്സ് പുറത്തുവിട്ട കുറേ രേഖകൾ ആഗോള തലത്തിൽ തന്നെ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്, വലിയ ചർച്ചകൾക്ക് വിഷയമായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, അമേരിക്കയുടെ ഡീപ്പ് സ്റ്റേറ്റ് എങ്ങനെയാണ് മാധ്യമങ്ങളെ ആഗോള തലത്തിൽ സ്വാധീനിക്കുന്നത് എന്നുള്ളതായിരുന്നു വിഷയം. അതുമായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഭാരതത്തിൽ തന്നെ ഈ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ സഹായങ്ങൾ, ഫണ്ടിങ് സ്വീകരിച്ച മാധ്യമ സ്ഥാപനങ്ങളെക്കുറിച്ചും മാധ്യമ പ്രവർത്തകരെക്കുറിച്ചും ഒക്കെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കുറിച്ച് NGOകളെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന ചില മനുഷ്യാവകാശ പ്രവർത്തകരെക്കുറിച്ചും അതേപോലെ വളരെ സീനിയറായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെക്കുറിച്ചും ഭാരതത്തിലെ തന്നെ ഇൻ്റലിജൻസ് ഏജൻസികളും ED ഉൾപ്പെടെയുള്ള മറ്റ് ഏജൻസികളും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസികളും ഒക്കെ അന്വേഷണം തുടങ്ങി എന്നുള്ള വിവരമാണ് ഈ അവസരത്തിൽ നമ്മൾക്ക് മുന്നിൽ വെക്കാനുള്ളത് പ്രേക്ഷകരുടെ. ഇതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വിക്കിലീക്സിൻ്റെ രേഖകൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ബേസ് ചെയ്ത് അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ജീവിതം എങ്ങനെയാണ് വളരെ സ്ട്രാറ്റജിക്കായിട്ട് വളരെ കൃത്യമായി സ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ വിക്കിലീക്സിൻ്റെ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ, അദ്ദേഹം NGO തുടങ്ങിയത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം ചെയ്തത് ഇതൊക്കെ വളരെ കൃത്യമായ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നും ഇതിനൊക്കെ കൃത്യമായ സാമ്പത്തിക സഹായങ്ങൾ പുറത്തു നിന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നുമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. സാധാരണഗതിയിൽ നമ്മൾ ഈ RP തോട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ നിരവധി കമൻസ് വരാറുണ്ട്. എല്ലാ കമൻസും ഞാൻ വായിക്കാറുണ്ട്. നല്ല കമൻസ് ഉണ്ട്, വളരെ മോശമായി പറയുന്ന കമൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്, സ്വാഭാവികമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു മെസ്സഞ്ചറിലൊരു മെസ്സേജ് ഇട്ടിരുന്നു. അതിൽ ഭീഷണിയുണ്ടോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ഭാഗം ഞാൻ വിടുകയാണ്. പക്ഷേ അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയാതെ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് മാത്രം പറയുന്നു എന്നുള്ളതായിരുന്നു. ഒരുപക്ഷെ ആപ്പിൻ്റെയോ മറ്റോ പ്രവർത്തകനോ നേതാവോ ഒക്കെ ആയിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഈ മെസ്സേജിൽ നിന്ന് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ആ മറുപടി മാത്രം പറഞ്ഞുകൊള്ളട്ടെ. രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വീഡിയോസ് നമ്മൾ ഇക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഭാരത് ജോഡോ യാത്ര, അദ്ദേഹത്തിൻ്റെ കാസ്റ്റ് സെൻസസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം അല്ലെങ്കിൽ ആവശ്യം, ഇത്തരം കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ഉപദേശം മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വന്നതാകാമെന്ന് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് താങ്കൾ ചെക്ക് ചെയ്താൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത്, ഭാരതത്തിൽ പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും നേതാക്കന്മാരുണ്ട്. ഇവർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ട്, ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതെല്ലാം നടക്കണം. അതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. പക്ഷേ ഇതിനു വേണ്ടിയിട്ട് വിദേശത്തിരിക്കുന്ന സായിപ്പിൻ്റെ, അതായത് നമ്മളുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഡീപ്പ് സ്റ്റേറ്റിൻ്റെ കാശ് മേടിച്ചുകൊണ്ടാവരുത്, അതിൻ്റെ ഫണ്ടിങ് മേടിച്ചുകൊണ്ടാവരുത്, അതിൻ്റെ പണം മേടിച്ച്, ഡോളറിൽ ആ പണം മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് ചർച്ചകളും സിമ്പോസിയവും സെമിനാറും ഒക്കെ സംഘടിപ്പിച്ച്, അല്ലെങ്കിൽ ഇവിടെ മീഡിയ ട്രെയിനിങ് സംഘടിപ്പിച്ചല്ല ഈ രാജ്യത്ത് പ്രവർത്തനം നടത്തേണ്ടത്. അതൊക്കെ ഈ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് മാത്രമേ നമ്മൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുതന്നെയാണ് നമ്മൾക്ക് ഈ എതിർപ്പിൻ്റെ അടിസ്ഥാന കാരണവും. അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല. അത് അരവിന്ദ് കെജ്രിവാൾ ആയാലും രാഹുൽ ഗാന്ധി ആയാലും. പക്ഷേ ഇവർ ചെയ്യുന്ന പ്രവർത്തനം ജനാധിപത്യത്തിനോട്, ഭാരതത്തോട് ചേർന്നുള്ളതായിരിക്കണം. അത് ഭാരതത്തിന് വെളിയിൽ നിന്നുള്ള ഉപദേശം സ്വീകരിച്ചുകൊണ്ടുള്ളത് ആവരുത്. ഇത് മാത്രമേ നമ്മളുടെ അടിസ്ഥാനപരമായ ആവശ്യമുള്ളൂ. ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ വിക്കിലീക്സിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ സംഭവം എന്നുള്ളത്, അതായത് എങ്ങനെയാണ് മീഡിയയെ ഇവർ കൈക്കലാക്കാൻ ശ്രമിക്കുന്നത്, ആഗോള തലത്തിൽ മീഡിയയെ എങ്ങനെയാണ് കൈക്കലാക്കാൻ ശ്രമിക്കുന്നത്, അത് വളരെ ചുരുക്കത്തിലൊന്ന് പറയാം. അതിനുശേഷം അത് ഭാരതത്തിൽ ഇവരെന്താണ് ചെയ്യുന്നതെന്നും കൂടി പറയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. ആഗോളതലത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മദർ ഓഫ് ഓൾ ഡീപ്പ് സ്റ്റേറ്റ്സ്, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്. അത് അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനത്തിൽ സ്വാധീനിക്കപ്പെട്ട മാഫിയ സംഘങ്ങൾ അല്ലെങ്കിൽ കോക്കസുകളാണ്. ഇതിനെയൊക്കെ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് തന്നെ വിളിക്കാവുന്നതാണ്. ഈ പറഞ്ഞ എല്ലാ ഏജൻസികളുടെയും അമ്മ അല്ലെങ്കിൽ മദർ ഏജൻസി എന്ന് പറയുന്നത്
USAID ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ്. ഇതിൻ്റെ പേര് തന്നെ വളരെ രസകരമാണ്. ആഗോളതലത്തിലുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഏജൻസിയാണ്. പക്ഷേ അത് ആഗോളതലത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഇൻട്രസ്റ്റുകൾ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ബിൽഡപ്പ് ചെയ്യാനുമുള്ള ഏജൻസിയായിട്ടാണ് USAID പ്രവർത്തിക്കുന്നതെന്നുള്ളത് ഇപ്പോൾ വിക്കിലീക്സിൻ്റെ ഈ വലിയ വെളിപ്പെടുത്തലിലൂടെ തീർച്ചയായിട്ടും അടിവരയിട്ട് ഉറപ്പിക്കപ്പെട്ട കാര്യമാണ്. അത് ലോകത്തുള്ള മിക്കവാറും എല്ലാ ഏജൻസികൾക്കും ഈ USAID എന്ന് പറയുന്ന ഈ സംഘടന യഥാർത്ഥത്തിൽ CIA അമേരിക്കൻ ചാരസംഘടനയുടെ ഒരു മുന്നണി പോരാളിയാണ് എന്നുള്ള സത്യം പണ്ട് മുതലേ അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ USAID ഇത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്നാണ് ഇപ്പോൾ വിക്കിലീക്സിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വളരെ ചുരുക്കത്തിൽ പറയാം. അതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ ഇതിനോടകം നടന്നു കഴിഞ്ഞാണ്, എങ്കിലും പറയാം. USAID എന്ന് പറയുന്ന ഈ ഏജൻസി $472 മില്യൺ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഈ ഏജൻസികളെ, മീഡിയ കമ്പനികളെ കൈക്കലാക്കാൻ വേണ്ടി, അവരെ സ്വാധീനിക്കാൻ വേണ്ടി പുഷ് ചെയ്തത് എന്നുള്ളതാണ് ഈ വിക്കിലീക്സിൻ്റെ ഒരു വെളിപ്പെടുത്തൽ. ഇത് ഗ്ലോബൽ മീഡിയ NGO എന്ന് പറയുന്ന സംഘടനയിലൂടെയും ഇൻ്റർനെറ്റ് ന്യൂസ് ഗ്ലോബൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് ന്യൂസ് എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സംഘടനയുടെ ആണ്. ഇതിൻ്റെ ഒരു രസകരമായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പല സംഘടനകളിലൂടെയാണ് ഈ ഫണ്ട് ചാനലൈസ് ചെയ്യപ്പെടുന്നത്. വളരെ പെട്ടെന്ന് പിടിക്കാതിരിക്കാനാണ്. ഇപ്പോൾ CIA ആണ് ഇതിൻ്റെ എല്ലാം പിന്നിലെങ്കിൽ CIA ഫണ്ടാണ് USAIDിലെത്തുക. USAID ആണ് ഇത് വിവിധ ഏജൻസികൾ വഴി വിവിധ രാജ്യങ്ങളിലും വ്യക്തികളിലേക്കും എത്തിക്കുക. ഈ ഓപ്പറേഷനാണ് ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത്. ഇതിലെ ഇൻ്റർന്യൂസ് എന്ന് പറയുന്ന ഈ ഏജൻസി വളരെ രസകരമാണ്. ഈ ഇൻ്റർന്യൂസിൻ്റെ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ജീൻ ബൊർഗോട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ശമ്പളം തന്നെ $4.5 ലക്ഷം വാർഷിക ശമ്പളമാണ് പറയുന്നത്. ഒരു കാലത്തും അമേരിക്കയുടെ പോലും ഒരു NGOയ്ക്ക്, ആ NGOയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ലഭിക്കാത്ത ശമ്പളമാണ് ഈ ജീൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത്. അവർക്ക് മാത്രമല്ല, അവരുമായി ബന്ധപ്പെട്ട അവിടെ പ്രവർത്തിക്കുന്ന ഈ ഇൻ്റർനെറ്റ് ന്യൂസിൽ പ്രവർത്തിക്കുന്ന മീര സെൽവ, റൂബി മോർഡേനോ എന്ന് പറയുന്ന വ്യക്തികളുമുണ്ട്. ഇവർക്കെല്ലാം ഭീമമായ ശമ്പളമാണ് ലഭിക്കുന്നത് എന്ന് മാത്രമല്ല, ഇവരൊക്കെ വിവിധ ഘട്ടങ്ങളിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും എംബസികളുമായിട്ടും അമേരിക്കൻ എംബസികളുമായിട്ടും ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ നിന്ന് കാര്യം അറിയാവുന്നവർക്ക് സംഗതി വളരെ വ്യക്തമാവും ഇവരൊക്കെ ആരുടെയൊക്കെ ആൾക്കാരാണ് എന്ന്. ഇങ്ങനെ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, അതിനുശേഷം NGOയിലേക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇത് ഒരു അമേരിക്കൻ ചാരസംഘടനയുടെ പ്രവർത്തന രീതി തന്നെയാണ്. അങ്ങനെയുള്ള ഈ ഇൻ്റർനെറ്റ് ന്യൂസിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഈ ഇൻ്റർനെറ്റ് ന്യൂസ് കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തതനുസരിച്ച്, അവർ തന്നെ അവകാശപ്പെടുന്നതനുസരിച്ച് 4291 മീഡിയ ഹൗസുകളുമായി ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. 4799 ബ്രോഡ്കാസ്റ്റിംഗ് അവേഴ്സ്, മണിക്കൂറുകൾ അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 778 മില്യൺ ആൾക്കാരുമായി ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 30ഓളം രാജ്യങ്ങളിൽ ഈ ഇൻ്റർനെറ്റ് ന്യൂസിന് ഓഫീസുകളുണ്ട്. അതിൻ്റെ ഇരട്ടി രാജ്യങ്ങളിൽ ഇവർക്ക് സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ സാന്നിധ്യമുണ്ട്. അപ്പോൾ അത്ര വ്യാപകമായ വലിയ ഒരു നെറ്റ്വർക്ക് ആഗോളതലത്തിൽ ഇൻ്റർനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ഈ സംഘടന, USAIDിൻ്റെ പിൻബലമുള്ള ഈ സംഘടന ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഇത് ചെയ്യുന്നത്? എന്തിനാണ് അമേരിക്കയ്ക്ക് ലോകമെമ്പാടുമുള്ള ജേർണലിസ്റ്റുകളെ പരിശീലിപ്പിക്കാൻ ഇത്ര വലിയ താല്പര്യം? അത് ലോകമെമ്പാടും കറപ്ഷൻ ഒഴിവാക്കാനാണ്, ലോകമെമ്പാടും അക്രമവും അനീതിയും ഇല്ലാതാക്കാനാണ് എന്നൊക്കെയാണ് ഇവർ ഒക്കെ അവകാശപ്പെടുന്നത്. എന്നിട്ട് എവിടെയെങ്കിലും അങ്ങനെ ഇല്ലാതായോ? അനീതിയും അക്രമവും അഴിമതിയും ഇല്ല. അപ്പോൾ ഇതൊന്നും അല്ല ഉദ്ദേശം. യഥാർത്ഥത്തിൽ ഇവരെ സ്വാധീനിക്കുകയാണ്. മീഡിയ ഹൗസുകളെ, മാധ്യമ സ്ഥാപനങ്ങളെ സ്വാധീനിക്കുകയാണ്, മാധ്യമ പ്രവർത്തകരെ സ്വാധീനിക്കുകയാണ്. ഇത്രയും കോടി രൂപ, കോടിക്കണക്കിന് ഡോളറാണ് ലോകമെമ്പാടും ഈ പറയുന്ന ഏജൻസി ഒഴുക്കിയിട്ടുള്ളത്. 472 മില്യൺ എന്നാണ് പറയുന്നത്. 472 മില്യൺ ചെറിയ തുകയൊന്നും അല്ലത്. ഈ തുകയാണ് ലോകമെമ്പാടും
അമേരിക്ക ഒഴുക്കിയിട്ടുള്ളത് മാധ്യമങ്ങളെ പുഷ്ടിപ്പെടുത്താൻ, മാധ്യമ സ്ഥാപനങ്ങളെ പുഷ്ടിപ്പെടുത്താൻ, മാധ്യമ പ്രവർത്തകരെ കൂടുതൽ ട്രെയിൻ ചെയ്യാൻ. അമേരിക്കയ്ക്ക് എന്തിൻ്റെ കേടാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും മാധ്യമ പ്രവർത്തകരെ നന്നാക്കാൻ നടക്കുകയാണോ? ഒരിക്കലുമല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കിയ ഒരു രാജ്യം അത് ഭാരതമാണ്, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അത് ഭാരതമാണ്. 2014 വരെ ഇവിടെ NGOമാർക്ക് കിട്ടുന്ന NGOs, ഇന്ത്യയിൽ ആകമാനം NGO ഉണ്ട്. മിക്കവാറും എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും എല്ലാ ഭരണത്തിൽ ഇരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും നിരവധി NGOസുമായിട്ട് ബന്ധമുണ്ട്. ഈ NGOസിനൊക്കെ കോടിക്കണക്കിന് ഡോളർ വെളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അന്വേഷണം നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ NGOസിനൊക്കെ വലിയ തോതിൽ സെൻട്രൽ ഗവൺമെൻറ് വലിയ തടയിട്ടിട്ടുള്ളത്. അതിൻ്റെ വലിയ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. അത് ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും, സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും, മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ കോടിക്കണക്കിന് ഡോളറാണ് വർഷങ്ങളായി ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് ഇവിടുത്തെ രാജ്യത്തെ രാഷ്ട്രീയം നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ളത്. ആ നിയന്ത്രിക്കപ്പെട്ട രാഷ്ട്രീയത്തിൻ്റെ ധൈര്യത്തിലാണ് ജോർജ് സോറോസ് ഞാൻ $1 ബില്യൺ മുടക്കിയാണെങ്കിലും നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് ഇറക്കുമെന്ന് ആ കടൽ കിളവൻ, അമേരിക്കയിൽ താമസമാക്കിയിട്ടുള്ള ആ മനുഷ്യൻ പരസ്യമായിട്ട് തന്നെ ഒരു ഇൻ്റർനാഷണൽ യോഗത്തിൽ പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഇന്ത്യയിൽ പണം മുടക്കിയാൽ എന്ത് സാധിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കാതെ പോയത് 2014 ശേഷം ഭാരതത്തിലുണ്ടായ വലിയ മാറ്റമാണ്. അപ്പോൾ ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അമേരിക്ക ഇത്തരം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ അമേരിക്കൻ ചാരസംഘടന ഇത്തരം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരമാണ് ഇപ്പോൾ വിക്കിലീക്സ് പുറത്തുവിട്ടിട്ടുള്ളത്. ലോകമെമ്പാടും ഇത്രയും പണം ഇവർ ചെലവാക്കുമ്പോൾ ഇവർ ഭാരതത്തിൽ എന്തൊക്കെയാണ് ചെയ്തത്, ആരെയൊക്കെയാണ് ബന്ധപ്പെട്ടത്? ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ അന്വേഷണങ്ങളിൽ ഒരു വിഷയം മാത്രം ഞാൻ ഒന്ന് എടുത്തു പറയാം. അത് ശ്രീ പ്രശാന്ത് ഭൂഷണുമായി ബന്ധപ്പെട്ട് സമഭാവന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യമാണ്. സമഭാവന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രശാന്ത് ഭൂഷൺ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഹിമാചലിലാണ് അതിൻ്റെ ആസ്ഥാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹം സ്ഥാപിച്ചത് 2004 കുമുദ് ഭൂഷൺ ട്രസ്റ്റ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിലുള്ള ട്രസ്റ്റിൻ്റെ പേരിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിരവധി വർക്ക്ഷോപ്പുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഭാരതത്തിനുള്ളിൽ ഒരു ഭാരതത്തിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന്, ഭാരതത്തിലെ ഒരു ഇടത് ലിബറൽ ഇക്കോ സിസ്റ്റം ഭാരതത്തിൽ ഉണ്ടാക്കാനും പുതിയ നരേറ്റീവ്സ് ഓരോന്നും, അതായത് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ, പുതിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ, പുതിയ രാഷ്ട്രീയ ധാരണകൾ, പുതിയ രാഷ്ട്രീയ പ്രചരണങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കാനാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രമിച്ചിട്ടുള്ളതെന്ന് അവരുടെ കാര്യപരിപാടികളെല്ലാം നോക്കിയാൽ മനസ്സിലാവും. ഇനി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ നിന്നാണ് പണം സ്വീകരിച്ചത് എന്നുള്ളതല്ലേ, അതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പണം സ്വീകരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർന്യൂസിൽ നിന്നാണ്. ഏതാണ് ഇന്റർന്യൂസ്? ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ശമ്പളമൊക്കെ മേടിച്ച് ജീൻ ബുർഗോട്ട് എന്ന് പറയുന്ന വ്യക്തി തലപ്പത്തുള്ള ഈ ഇന്റർന്യൂസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇവരുടെ സഹായം എത്തിയിട്ടുള്ളത്. ഇന്റർന്യൂസിൻ്റെ പിറകിൽ USAIDിൻ്റെ പുറകിൽ CIA ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രശാന്ത് ഭൂഷൻ്റെ ഈ സമഭാവന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോളിസി ആൻഡ് റിസർച്ച് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇൻ്റർനെറ്റ് ന്യൂസ് പണം കൊടുത്തത്? അത് ഫാക്ട്ശാല എന്ന് പറയുന്ന ഒരു മീഡിയ ലിറ്ററസി പ്രോഗ്രാം വഴിയാണ്. ഈ പ്രോഗ്രാം ആരാണ് നടത്തുന്നത്? അത് ഡേറ്റ ലീക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ആരാണ് ഡേറ്റ ലീക്സിൻ്റെ സ്ഥാപകൻ? അത് സയ്യിദ് നസറത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ ഡേറ്റ ലീക്സ് എന്ന് പറയുന്ന സ്ഥാപനം കഴിഞ്ഞ വർഷങ്ങളിൽ 75,000 ജേർണലിസ്റ്റുകളെ ട്രെയിൻ ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നത്. ഇവർ ഒരു 6.5 കോടി ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നു. ഈ ഡേറ്റ ലീക്സ് എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതും അന്വേഷണത്തിൻ്റെ പരിധിയിലാണ്. ഇവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതും അന്വേഷണത്തിൻ്റെ പരിധിയിലാണ്. ഇത് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നതല്ല, ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. നമ്മളാരും ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് കേൾക്കാത്തത് ഇതൊരു രഹസ്യ സ്വഭാവം
കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇവരുടെ ഫാക്ട് ശാല എന്ന് പറയുന്ന മീഡിയ ലിറ്ററസി പ്രോഗ്രാം വഴിയാണ് പ്രശാന്ത് ഭൂഷൻ്റെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഈ പണം ലഭിച്ചിട്ടുള്ളത്. എത്ര പണമാണ് ലഭിച്ചിട്ടുള്ളത്, ഏതൊക്കെ പ്രോഗ്രാമിനാണ് സപ്പോർട്ട് ലഭിച്ചിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ചില്ലറ കളിയല്ല. അത് ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന, കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സമാന്തര ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു സമാന്തര സിസ്റ്റവുമാണ്. ഞങ്ങൾക്കിഷ്ടമുള്ളവരെ ഞങ്ങൾ അധികാരത്തിൽ നിലനിർത്തും, ഞങ്ങൾക്കിഷ്ടമില്ലാത്തവരെ ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പറഞ്ഞുവിടും. അതിന് ആ രാജ്യത്ത് അട്ടിമറിയും അഴിമതിയും എന്ത് വേണമെങ്കിലും ചെയ്യും. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് നമ്മളുടെ തൊട്ട അയൽപക്കത്തുള്ള ബംഗ്ലാദേശിലുമാണ്. ഭാരതത്തിൽ മാത്രമാണ്, ഞാൻ എടുത്തു പറയട്ടെ, ഭാരതത്തിൽ മാത്രമാണ് ഇവരൊക്കെ തലകുത്തി നിന്നിട്ടും ഇതൊന്നും നടക്കാത്തത്. കഴിഞ്ഞ 2014 മുതൽ ഇവർ ശ്രമിച്ചു തുടങ്ങിയതാണ് ഈ ഭാരതത്തിൽ ഈ സർക്കാരിനെ ഒന്നും വലിച്ചു താഴെയിടുക, ഭാരതത്തിൽ അരാജകത്വം ഉണ്ടാക്കുക. അതിന് ചെയ്യാവുന്ന സകല കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട്. CAA സമരം, കർഷക സമരം എന്ന് വേണ്ട, കട്ടിംഗ് സൗത്ത്, ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങളിലൂടെ ഇവർ നിരവധി പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഈ ഒരു മാഫിയ സംഘം ഭാരതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്ന മീഡിയ ലിറ്ററസി പ്രോഗ്രാം ആയാലും വർക്ക്ഷോപ്പുകളായാലും സിമ്പോസിയങ്ങളായാലും ഇവർ ഇതിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഭാരതത്തിൽ പുതിയ പുതിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും രാഷ്ട്രീയ ധാരണകളും നരേറ്റീവ്സും ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണിക്കൽ ഡൊമിനൻസ്, ബ്രാഹ്മണരുടെ ആധിപത്യം, ദളിത് പീഡനം, അതേപോലെ തന്നെ ഹിന്ദു ഫാസിസം, ഇതെല്ലാം ഇവരുണ്ടാക്കിയെടുത്ത ചില മുദ്രാവാക്യങ്ങളോ ചില വാക്കുകളോ ഫ്രൈസസോ ഒക്കെയാണ്. ഇതിങ്ങനെ പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുകയാണ്. ഹിന്ദുയിസം എന്നാൽ, സനാതനധർമ്മം എന്നാൽ ജാതി വ്യവസ്ഥയാണ്, ജാതി വ്യവസ്ഥ എന്നാൽ അത് കടുത്ത അനീതിയാണ്. ഇങ്ങനെ പറഞ്ഞ് നമ്മളുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, നമ്മളുടെ ധർമ്മത്തെക്കുറിച്ച് ഒക്കെ യുവതലമുറയ്ക്കുള്ളിൽ വലിയ തോതിൽ അനാവശ്യമായ അപകർഷതാബോധം സൃഷ്ടിക്കുക തന്നെയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. ഇവരാരും തന്നെ നമ്മുടെ രാജ്യത്തെ മാധ്യമരംഗത്തെ ഉദ്ധരിക്കാനോ നമ്മുടെ രാജ്യത്തെ മറ്റു പ്രൊഫഷണൽ രംഗത്തെ ഉദ്ധരിക്കാനോ ഒന്നുമല്ല ഈ പറയുന്ന പണം ഈ ഭാരതത്തിൽ ഒഴുക്കുന്നത്. അത് ഭാരതത്തിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെറുത്തുനിൽപ്പ് സാധ്യമായത്, ഈ വലിയ മാഫിയക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് സാധ്യമായത്, അല്ലെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കാൻ സാധിച്ചത് ഇതുവരെ ഭാരതത്തിലെ ഈ വ്യവസ്ഥയ്ക്ക് മാത്രമാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് വീണ്ടും പ്രേക്ഷകരുമായി പങ്കുവെക്കാം. അന്വേഷണം നടക്കട്ടെ, അന്വേഷണം പൂർണ്ണ തോതിൽ നടക്കുമെന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം.